സങ്കീർത്തനം 69 10 തൊട്ട് 12 മണവാളൻ കൂടെയുള്ളപ്പോൾ കേട്ടോ, ഒരു മണവാട്ടിക്ക് മണവാളൻ ഭർത്താവ് ഇല്ലെങ്കിൽ എന്ത് പ്രയാസമാണില്ലേ? ഭർത്താവ് കൂടെ ഉണ്ടെങ്കിലോ ധൈര്യമല്ലേ? കള്ളം വരുന്നുള്ള പേടിയുണ്ടാവുക. ഒറ്റക്കാണെങ്കിലോ വലിയൊരു വീട്ടില് ഭയങ്കര വീടുണ്ടാക്കിയിട്ട് ഒറ്റക്കൊരു സഹോദരി താമസിക്കുകയാണെങ്കിൽ പേടിയല്ലേ? ഒച്ച കേട്ടാ മതി. ഉണ്ടോ? ഭർത്താവ് കൂടെ ഉണ്ടെങ്കിലാ ഉണ്ടോ? പട്ടിന് അല്ലെങ്കിൽ പട്ടി ഉണ്ടാവുമോ? പട്ടി ആരാണ്? ഞാൻ 1-16 അധർമ്മി പട്ടനെ കൊണ്ട് നടക്കും. ഒരു 5 പട്ടിനെ കൈക്ക് പിടിച്ചോണ്ട് നടക്കണല്ലേ? രാവിലെ ഒരു നടപ്പില്ലേ? പട്ടിക്കാണ് പ്രാധാന്യം. ഉണ്ടോ? വീട്ടുകാര്യത്തിൽ നോക്കില്ല, ഭാര്യയെ നോക്കിയല്ല ഇല്ലേ? പലരും പട്ടിക്കാണ്. ഉണ്ടോ? ചില വീടുകളിലൊക്കെ കാണാം. പിന്നെ വയറ് ഏതാ വായിച്ചോണ്ടിരുന്നത്? വയറ് 73 അതിന് മുമ്പ് ഇത് വയറ് സുഭാഷിതം കഴിഞ്ഞു. ഉപവസിക്കുന്നത് ലൂക്ക 5 വയറ്. ഈശോ വരുന്നവരെ നമ്മൾ ഉപവസിക്കണം. അതുകൊണ്ടാണ് യെശയ്യാ 58:9 നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ വ്യർത്ഥഭാഷണം വിട്ടുകളയണമെന്ന്. ഈ തിന്നു കുടിച്ച് നടക്കുന്നു. പലരുടെയും ധാരണ എങ്ങനെയാണ്? ഈശോ മത്തായി സുവിശേഷത്തില് 11 18 19 വാക്യത്തില് കണ്ടോ, യോഹന്നാൻ ഭക്ഷിക്കുകയില്ല, പാനം ചെയ്യയില്ല. നമ്മളെ പോലെ ഒന്നുമല്ല യോഹന്നാൻ. മണ്ടോ, ലൂക്ക 1:15 വീഞ്ഞ് പോലും കുടിച്ചില്ല. ഇവിടെ വീഞ്ഞ മുക്കി കുടിക്കുള്ളൂ അല്ലേ? കിട്ടിയാലേ. ഇപ്പൊ സ്കോച്ച് വെച്ചുകൂടി ഇപ്പൊ എത്ര പേര് കുടിക്കുക ഇല്ലെന്ന് അറിയാമല്ലോ. കൃപ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി കുടിക്കുവാ? റോയൽ സെല്യൂട്ട് ഒന്ന് പൊട്ടിച്ചു വെച്ചാൽ കുടിക്കുവാ? ആദ്യം ബൈബിൾ ക്ലാസ് വന്നിരുന്നെങ്കിൽ കുടിച്ചേനെ. ഇപ്പൊ കൃപ ഉണ്ടെങ്കിൽ റോയൽ സെല്യൂട്ട് അല്ല, റോയൽ വന്നു തന്നെയാ. നേരിട്ട് അവൻ വന്നാലും കുടിക്കുമോ? കുടിക്കല നിങ്ങള്. കൃപ വന്നാല്. അതാണ് ആ ലൂക്ക 1:15 പറഞ്ഞത്. വീഞ്ഞ് പോലും ഞാൻ കുടിച്ചിരുന്നില്ല. അതെന്തിനാണ്? ആത്മീയ ശക്തി വരുത്താനാണ്. ഭയങ്കര ശക്തിയായിരിക്കും ആത്മാവിലുള്ള ശക്തി. അതാണ്. അതുകൊണ്ടാണ് മദ്യത്തിൽ നിന്ന് വിട്ടുപോരുവാൻ പറയുന്നത്. അപ്പോഴാണ് പരിശുദ്ധാരി വരുന്ന അറിയുന്നത്. അതുകൊണ്ടാണ് ദൈവം കൂടുതൽ കൃപ കൊടുക്കുന്നത്. ഈ മദ്യത്തിൽ നിന്നൊക്കെ, ഈ മദ്യപാനം ചെയ്യുന്നവരെല്ലാം ശുദ്ധ ഹൃദയരായിരിക്കും. അറിയണം. അനുഭവത്തിൽ കൂടിയാ പറയുന്നത്. അടിമയായി പോണെന്ന് മാത്രമേ ഉള്ളവര്. അതിന്ന് പോന്നാലോ ഇത്രയും സുന്ദരന്മാരും സുന്ദരികളും ഉണ്ടായില്ല. പെണ്ണുങ്ങളും കുടിക്കും ചില സ്ഥലത്തെല്ലാം. ആമോസ് 4 1 തൊട്ട് 5 വരെ അവരെയാണ് ഭാഷാം പശുക്കളെന്ന് വിളിക്കുന്നത്. കണ്ടോ? ആണുങ്ങളോട് പറയും, കൊണ്ടുവരാൻ പറയും, ഒരു പെഗ് മേടിച്ചു കൊണ്ടുവരാൻ. കല്യാണത്തിനൊക്കെ വന്ന് എടുത്ത് കുടിക്കും ഇഷ്ടം പോലെ ഇല്ലേ? ഇനി 19 വാക്യല മത്തായി 11:19 എന്താ പറയുന്നത്? കണ്ടോ? അങ്ങനെ പോയപ്പോ അവര് പറഞ്ഞത് പിശാച് ബാധിതനാണെന്ന്. ഈശോ വന്നപ്പോഴോ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനും. കർത്താവ് എല്ലാ ധനവാന്മാരുടെ വീട്ടിലും ചെന്നു. കർത്താവിന്റെ ചുറ്റിനും ആരായിരുന്നു ഉണ്ടായിരുന്നത് കൂടെ? ലൂക്ക 8:1 തൊട്ട് 3 വനത്തില് ധനവാന്മാരായ സഹോദരികളായിരുന്നു. വലിയ പ്രതാപത്തിലുള്ള സഹോദരികളാണ്. ഇപ്പൊ പ്രതാപത്തിലുള്ള പെണ്ണുങ്ങൾക്ക് പേടിയാണല്ലോ ഈശ്വരൊക്കെ ചെല്ലാൻ. മാറി നടന്നാള് കണ്ടോ? മാറ്റത് അവര് മുന്നിലായിരിക്കും കർത്താവിന്റെ കൂടെ. അതാണ് നാർദീൻ തൈലം മേടിച്ച് കണ്ടോ 300 ധനാറ പൊട്ടിച്ച് മറിയം ഈശോയുടെ കാലിലൊഴിച്ച് മുട്ടിക്കൊണ്ട് അങ്ങോട്ട് തുടച്ച്. അപ്പൊ ഒരാൾക്കാ സങ്കടം, 12 ശിഷ്യന്മാരുണ്ട്. ആർക്കാ സങ്കടം? യൂദാസിന്. യൂദാസ് എന്താ പറഞ്ഞത്? പാവങ്ങൾക്ക് ഇത് ഉണ്ടായിരുന്നെങ്കിൽ 300 ധനാറ പാവങ്ങൾക്ക് കൊടുക്കായിരുന്നു. യൂദാസിന്റെ ഇഷ്ടമാണെന്ന് കേൾക്കുക. അത് തീർത്തില്ല. കണ്ടോ? ദരിദ്രർക്ക് കൊടുത്തിട്ടില്ല. അപ്പൊ അവന് വല്ല
പാപങ്ങളോടുള്ള കരുണയുള്ളതുകൊണ്ടാണോ? വായിക്കുക. എന്നാൽ അവൻ ഇത് പറഞ്ഞത് അവൻ ദരിദ്രരോട് പരിഗണന ചെയ്യുന്നതല്ല. പ്രത്യുത അവൻ ഒരു കള്ളനായിരുന്നു. അവനൊരു കള്ളനായിരുന്നോണ്ട് യൂദാസ്. പിന്നെ അവന്റെ കയ്യിലായിരുന്നു. പണസഞ്ചി. അപ്പൊ ഇതിൽ വല്ല ട്രഷേഴ്സും ഉണ്ടാവും. പണസഞ്ചി സൂക്ഷിക്കുവാര്. കേട്ടോ, പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നു. അവൻ വീഴുന്നതിന് അവൻ എഴുതുന്നത്. അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാര് പിരിവിന് വരുമ്പോ എന്തിനാണ് പണം എങ്ങോട്ടാ പോകാൻ പോണത്? എങ്ങോട്ടാണ്? അവരുടെ പോക്കറ്റിലോട്ടാ പോണത്. അവരതൊന്ന് എടുത്തുകൊണ്ടിരുന്ന നിങ്ങൾ കർത്താവിൽ വന്ന ഒരൊറ്റ രാഷ്ട്രീയക്കാര് വരികയില്ല പിരിവിന്. ഒന്ന് നോക്കിക്കോ, ഒന്ന് പരീക്ഷിക്ക്. ഈശോയിൽ വന്നു കഴിഞ്ഞാല് ഒരു രാഷ്ട്രീയക്കാരൻ നിങ്ങളുടെ വീട്ടിൽ കയറുവാന്ന് നോക്കിക്കോ പണപ്പിരിവിന്. ചെലവ് ഇപ്പൊ എത്ര ഉണ്ട്? ഇന്നൊരു സൗകര്യത്തോട് പറയായിരുന്നു കാലത്ത് ഫോണില്, പണ്ട് മാസം 70,000 രൂപയായിരുന്നു. പോയി കളഞ്ഞു. ആ സഹോദരി പറയായിരുന്നു അവരുടെ വീട്ടിൽ ചെലവ് 70,000 രൂപയായിരുന്നു ഒരു മാസം. ഉണ്ടോ വരവിടെ? ഈശോ അത് സ്പർശിച്ചു കഴിഞ്ഞപ്പോ അതങ്ങോട്ട് താഴോട്ട് പോകുന്നു. ഉണ്ടോ? താഴോട്ട് പോയി വളരെ താഴ്ന്ന് അങ്ങോട്ട് വന്നു. പ്രൈസ് ലോർഡ്. ആ ഈശോ വന്നാല് കണ്ടോ, അത് ഞാൻ ചോദിച്ചപ്പോ ഭൂരിഭാഗം കൊണ്ടോ ഇത് വക്കീൽമാരും ഡോക്ടർമാരുമാണ്. പ്രൈസ് ലോർഡ്. കണ്ടോ എന്തുകൊണ്ടാണ്? ജ്ഞാനം ഇല്ല. യാക്കോബ് 3:17 ജ്ഞാനമില്ല. ഉള്ളവനെല്ലാവരും വിശ്വസിക്കും. ജ്ഞാനം വന്നാലോ? നിങ്ങളിൽ ജ്ഞാനം ഉണ്ടെങ്കിൽ ആരും കടക്കില്ല. വല്ലവരെയൊക്കെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവരുമോ? കേട്ടുമോ? പ്രഭാഷകൻ 11 29-34 വനം ആരെങ്കിലും ആവശ്യമില്ലാതെ വീട്ടിൽ കയറ്റിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റിയിട്ടുണ്ട്? പണവും പോയിട്ടുണ്ട്, പേരും പോയിട്ടുണ്ട്, സങ്കടവും വന്നിട്ടുണ്ട്, നിരാശയും വന്നിട്ടുണ്ട്. എല്ലാവരെയും വീട്ടിലോട്ട് വിളിക്കണോ? ദൈവവചനം പറയുന്നത് എന്താണ്? വിളിക്കരുത്. അപ്പൊ നിങ്ങൾ ചെയ്തേക്കണം എന്താണ്? ഒരാളെ കണ്ടുപിട്ടിയ വേഗം വിളിച്ചുകൊണ്ട് വരികയാണ് വീട്ടിലോട്ട്, ഇല്ലേ? പിന്നെ കൗശലക്കാരന്റെ ഉപായങ്ങൾ നിരവധിയാണ്. അവന്റെ കൂട്ടിലടച്ച പക്ഷിയെ പോലെയാണ് അവന്റെ മനസ്സ്. കണ്ട് ചാരനെ പോലെ. ചാരൻ ആരാണ്? സ്പൈ. അവനെ പോലെ നിങ്ങളുടെ ദൗർബല്യങ്ങൾ. അപ്പൊ എന്താണ് അവിടെ കുടിക്കുന്നത്? സ്കോച്ച് നോക്കും അവൻ. ബ്ലാക്ക് നൈറ്റ് ആണോ എന്ന് നോക്കും. കണ്ടോ? പിന്നെ ഏത് കറിയാണ് ഇഷ്ടമെന്ന് നോക്കും. എന്താണ്? വൃന്ദാലി കറിയോ ഏതാണ്? ആത്ത് വെച്ച് അവള് കൊടുക്കും. പിന്നെ വീട്ടിൽ ചെല്ലുമ്പോ പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാണ് പിടിച്ചെടുക്കണ ആണുങ്ങള്. കണ്ടോ? എല്ലാം ദൗർബല്യങ്ങള്. ഈ പാവത്തങ്ങൾ ഇവിടെ പണം ഉണ്ടാക്കിക്കൊണ്ട് അവിടെ കൊണ്ട് കൊടുക്കും. കണ്ടോ? നന്മയെ തിന്മയാക്കാൻ അവൻ നോക്കിയിരിക്കുകയാണ്. എന്ത് പ്രവർത്തിച്ചാലും അവൻ കുറ്റം കണ്ടുപിടിക്കും. അപ്പൊ കാട്ടുതീ പടർത്തണമെങ്കിൽ എന്ത് വേണം? അതാണ് യാക്കോബ് 3:2-12 വേണം. ഒരൊറ്റ നാവ് മതി എല്ലാം തകർക്കാൻ. കണ്ടോ? നുണ പറഞ്ഞു കൂട്ടാൻ ഒറ്റടുത്തം മതി. പക്ഷെ ഏത് നുണ പറഞ്ഞാലും ആർക്ക് ഫലിക്കുകയില്ല. പ്രഭാഷകൻ 28 ആ 21-24 വനത്തില് പെട്ടവർക്ക് ഫലിക്കില്ല. അപ്പൊ ദൈവഭക്തന്റെ മേൽ അപ്പൊ സങ്കടപ്പെടുമോ? ആരെങ്കിലും പരദുഷ്ടം പറഞ്ഞാലും നിങ്ങൾക്കെതിരായി
കണ്ടോ? അപവാദങ്ങൾ പറഞ്ഞാലോ ഒന്നും വരില്ല, ഒന്നും വരില്ല. എന്തുകൊണ്ടാണ്? 1 തിമോത്തി 5:24-25 ചിലരുടെ പാപങ്ങൾ വേഗം വെളിപ്പെടും, ചിലരുടെ കുറച്ച് കഴിഞ്ഞിട്ടേ വെളിപ്പെടുള്ളൂ. ആ കണ്ടോ? അതുകൊണ്ട് എല്ലാ മുട്ടുകളും കർത്താവിന്റെ മടങ്ങും നമ്മുടെ മുമ്പില്. ഫിലിപ്പിയ 2:9 പണിന്നുള്ള വേണം. ഇന്ന് അതിനാണ് സഹിച്ചു നിൽക്കണം. അതിനുള്ള സഹനശക്തി കർത്താവ് നമുക്ക് തന്നോളും. നമ്മളൊന്നും അറിയണ്ട. ഈശോ അത്രയും വിശ്വസ്തനാണ്. ഇതുകൊണ്ടാണ് 1 കൊരിന്ത്യസ് 10:13 ഏത് പ്രലോഭനം വന്നാലും അത് തടുക്കാനുള്ള ശക്തി അപ്പപ്പോ ഈശോ തന്നുകൊണ്ടിരിക്കും നമുക്ക്. ദൈവം അത്ര വിശ്വസ്തനാണ്. നാം അവിശ്വസ്തനാണെങ്കിലും ദൈവം ഈശോ നമ്മളോട് വിശ്വസ്തനാണ്. 2 തിമോത്തി 2:13 അതുകൊണ്ടാണ് കാര്യസ്ഥന് വിശ്വസ്ത വേണമെന്ന് 1 കൊരിന്ത്യസ് 4:2 അനുവായിര്. അതെ. അപ്പൊ ഈ വചനങ്ങളെല്ലാം നമ്മൾ കേട്ടാലോ? കേട്ടോ? വചനങ്ങൾ ഇല്ലാത്ത കൊണ്ടാണ് വേണ്ടാത്തിനൊക്കെ പോയി ചാടണത്. പ്രഭാഷകൻ 11:10 പല കാര്യത്തിൽ പോയി ചാടും. മകനെ പല കാര്യങ്ങളിൽ കണ്ടോ ഇടവരുത്. എവിടെയെല്ലാം പോയി ചാടും അവിടെയെല്ലാം പോയി ചാടണം, അല്ലേ? പോയി ചാടണോ? പലരും പറയുമെന്നല്ലേ, അവിടെ കൊണ്ടേ നല്ലതാണ്, ഈ വീട് വിറ്റിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയേക്കൊള്ളാം, ഇവിടെ ഏതാണ്ട് സർപ്പത്തിന്റെ ഇതുണ്ട്, അപ്പുറത്ത് മറ്റതുണ്ട്. കേട്ടോ? എന്തുകൊണ്ടാണ് ഭയം വരുന്നത് നിങ്ങൾക്ക്? ഈശോ ഇല്ലാത്തത് കൊണ്ട്. 1 യോഹന്നാൻ 5:10-13 വേണം. ഈശോ ഇല്ലെങ്കിൽ ചത്തിരിക്കുമല്ല, മഞ്ഞളിച്ചിരിക്കും പേടിച്ച്. ഇപ്പൊ കടമ എന്നെ കൊണ്ടുപോകും, ഇപ്പൊ ബാങ്കുകാർ വരും, ഇപ്പൊ പോലീസ് വരും, ഇപ്പൊ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചോളെ, ഇപ്പൊ ഭാര്യ എന്നെ വിട്ടുപോകും. കണ്ട? അല്ലെങ്കിൽ പേടിയായിരിക്കും, ഭാര്യ ഇപ്പൊ തൂക്കിച്ചാവുന്നു. ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ വരുമ്പോ കാണിച്ചു തരാടോ ഒന്ന്. കണ്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു സഹോദരിയുടെ കാര്യം, 10.5 പവന്റെ മാല പോയ കാര്യം ഇല്ലേ? 10.5 പവന്റെ മാല പോയപ്പോ അവർ രണ്ടുപേരും കൂടി, ഭാര്യയും ഭർത്താവും കൂടി സ്കൂട്ടറിൽ പോയതാണ് മട്ടാഞ്ചേരില്. ഭാര്യ താഴ്ത്തു വീണില്ല. വീണപ്പോ ഭാര്യക്ക് ഓർമ്മ കേടുവന്നു. പൊക്കി ആശുപത്രി ചെന്നപ്പോഴത്തേക്കും ഭാര്യയുടെ 10.5 പവന്റെ മാലയില്ല. ഭാര്യ ഉണരുമ്പോ എന്താണ് പറയുന്നത്? മാല. അപ്പൊ ഭർത്താവോടെ നിൽക്കുക, ഓടുമോ? ഓടും. കണ്ടോ? ഭാര്യ മാല ഏത് സമയത്തും ഭാര്യ ഓർമ്മ വരുന്ന ഉടനെ എന്റെ മാല എന്തെന്ന്. അപ്പൊ ഭർത്താവ് കൊടുക്കുന്ന ഒരു പാല മേടിച്ച് കൊടുത്താൽ മതി. മത്തായി 6:21 നിന്റെ നിക്ഷേപം എവിടെയാണ് അവിടെയായിരിക്കും നിന്റെ ഹൃദയം. കണ്ടോ? ആ സമയത്ത് ഭർത്താവ് ഓട്ടമാണ്. എന്ന ഭർത്താവിന് ജ്ഞാനം കൊടുത്തോ? ഓടാ ഇല്ല. 2 പേരും ഒരു വഞ്ചിയിലാണ്. കണ്ടോ? 2 പേർക്ക് ജ്ഞാനമില്ല. 2 പേരും ഈ ലോകത്തുള്ള മൈത്രിയാണ്. യാക്കോബ് 4:4 ഈ ലോകത്തോടുള്ള മൈത്രി ദൈവത്തിന്റെ ശത്രുതയാണ്. അപ്പോ മാല കിട്ടാതെ വന്നപ്പോ എന്ത് പറ്റി? ഒളിച്ചു കളിക്കും ഭർത്താവ്. കണ്ടോ? അവിടെ ആരായിരിക്കും വീട് ഭരിക്കുന്നത്? ഭാര്യ. കണ്ടോ? അത് എഫേസ്യർ 5:22-33 വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്നു, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. കൊളോസസ് 3:18-21 ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. 1 പത്രോസ് 3:1 ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. ദൈവവചനമാണിത്. കണ്ടോ? അതുകൊണ്ടാണ് ആ ആത്മാവില് ഭാര്യമാരെ സഹായിക്കാനാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഭാര്യമാരൊരു സഭയായി സമ്മേളിക്കുമ്പോൾ സ്ത്രീകൾ അവിടെ പ്രസംഗിക്കുക കയറിയൊന്നും ചെയ്യാൻ പാടില്ലെന്ന് വിശുദ്ധ പൗലോസ് രക്ഷിക്കാനാണ് പറഞ്ഞെടുക്കുന്നത്, അല്ലെ എതിർപ്പല്ല. 1 കൊരിന്ത്യസ് 14:34-36 വായിച്ചിട്ടുണ്ട്. സഭയായി സമ്മേളിക്കുമ്പോൾ എന്തെങ്കിലും അറിയണമെങ്കിൽ പോയി ഭർത്താവിനോട് ചോദിക്കാൻ. അപ്പൊ ഭർത്താവിനെ മനസ്സാന്തരപ്പെടുത്തിയിരിക്കണം.
അതുകൊണ്ടാണ് അവർ രക്ഷിക്കാനാണ് ഇതെല്ലാ വചനങ്ങളും പറഞ്ഞത്, അല്ല നശിപ്പിക്കാനല്ല. ദൈവത്തിന്റെ സ്നേഹമാണ് അവരോട്. അതെന്തുകൊണ്ടാണ്? 2 കൊരിന്ത്യർ 11:3-4 അവർ ബലഹീനമാണ്. അവരുടെ ചിന്തകളില് അനായാസമാണ് കിടങ്ങുന്നത്. വേറൊരുത്തർ സുവിശേഷം തെറ്റായി കൊണ്ടുവന്നാല് എളുപ്പം കിടങ്ങിപ്പോയി നിങ്ങള്. അതാണ് അവന്റെ പ്രബോധനം കൂടി കേൾക്കാൻ പോകില്ലേ എന്ന്. ഇതുകൊണ്ടാണ് ഉള്ളതെല്ലാം ആത്മാവിനെ വേയിച്ചറിഞ്ഞിട്ട് വേണം. 1 യോഹന്നാൻ 4:1 എല്ലാ ആത്മാക്കളെ നിങ്ങൾ വിശ്വസിക്കരുത്,